നിമിത്തങ്ങളെല്ലാം തികഞ്ഞു. ആ കുട്ടിയുടെ കിടപ്പ് നോക്കുക. ഈ പടിക്കകത്ത് നീ കാലുകുത്തരുത്. പോകാൻ എന്റെ മുമ്പിൽ നിന്ന്. ഇതൊന്നും അച്ചിട്ട പോലെ നടക്കുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഈ ഡോക്ടർ സത്യനാഥ് പഠിച്ചിട്ടുള്ള പാരാസൈക്കോളജി, ആസ്ട്രോഫിസിക്സും ഫോർത്ത് ഡയമെൻഷൻസും ഒക്കെ തൂത്ത് പെറുക്കി നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് നിരത്തിയാലും ഈ പുനർജന്മം ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഫാക്ട്സും കണ്ടെത്താൻ പറ്റില്ല. അതുണ്ടെന്നും ആർക്കും പറയാൻ പറ്റില്ല. ബ്രിട്ടാനിയ അഡ്വർടൈസ്മെന്റിലൊക്കെ പറയുന്നത് പോലെ 50-50. പക്ഷെ ഒന്നുണ്ട്, പ്രജ്ഞയ്ക്ക് ഇതുവരെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത, ബുദ്ധിക്ക് ഇതുവരെ പേരെടുത്ത് വിളിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന്. ഇറ്റ്സ് ഔട്ട് ദേർ, നോബഡി നോസ്. പറഞ്ഞു കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും, പക്ഷെ അനുഭവിച്ചറിയുമ്പോൾ അന്തം വിട്ട് പോവുകയും ചെയ്യും. നീ തന്നെ മുമ്പ് അവളോട് പറഞ്ഞു ഓർക്കുക, കാറ്റിന് തടഞ്ഞു നിർത്താനാവില്ല, എല്ലാം വിധിയാണെന്ന്. അത് തന്നെയാണ് നമുക്കാർക്കും കണ്ടെത്താൻ കഴിയാത്ത സത്യവും. അല്ലെങ്കിൽ പിന്നെ താളം അറിയാത്ത നീ എങ്ങനെ മൃദംഗം കൊട്ടി? എനിക്ക് താളം പിടിക്കാൻ അറിയില്ല എന്ന് ഇതിനു മുമ്പ് ആരും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. താളം കൊട്ടി എന്ന് വെച്ച് ഞാനല്ലാതാവോ? ആ, അത് തന്നെയാണ് ഞാനും പറയുന്നത്. പണ്ടെങ്ങോ ജീവിച്ചിരുന്ന കൃഷ്ണനുണ്ണി എന്നൊരുത്തൻ ചെയ്തിരുന്ന പോലെയൊക്കെ നീയും ചെയ്യുന്നു. ഇനിയും അങ്ങനെ ചെയ്തെന്നിരിക്കും. ഞാൻ ആ കുട്ടിയെ കൊല്ലുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നുന്നില്ലായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോ തോന്നില്ല എന്നെന്താണ് ഉറപ്പ്? അപ്പൊ എനിക്ക് തിരിച്ചും ചോദിക്കാമല്ലോ, എന്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് മാറും എന്നെന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? ഒരറപ്പുമില്ല. പിന്നെ എന്താണോ താൻ പറയുന്നതിന്റെ അർത്ഥം? അർത്ഥം കണ്ടെത്താൻ കഴിയുന്നവനൊക്കെ ഇങ്ങോട്ട് വന്നാ മതിയടാ പുല്ലേ. ആരെങ്കിലും പറഞ്ഞു നിന്നോട് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ഇനി ഒരു പുല്ലിനും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ആ ചെല്ലടാ, പോ. പോവാ. പോ. ഭീകരികൾ ഇങ്ങോട്ട് വന്നേ. ചേച്ചി ഒരു കാര്യം പറയട്ടെ. എന്താ വിളിച്ചാ വരില്ല? ചേച്ചിയുടെ അടുത്ത് വരണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. എന്താ അത്? എന്റെ അടുത്ത് വന്നാല് ചേച്ചി പ്രേത. ഞാനല്ലേ പറയുന്നത് കാഴ്ച ചേച്ചി. അമ്മ പോകരുത്, നമുക്ക് കളിക്കാം. ഞാൻ പ്രേതമല്ല. എങ്കിലും ഞാൻ പറഞ്ഞു കേട്ട്. ഞാൻ പ്രേതമല്ല, കാഴ്ച ചേച്ചിയാ, കാഴ്ച ചേച്ചി. അപ്പോ എന്താ കുട്ടി കരയണേ? ഒന്നുമില്ല. മനു പറഞ്ഞു വിട്ടിരിക്കണോ? കാണണോ അത്രേ? ഞാൻ തരയുണ്ടാക്കാം. എനിക്കാരും കാണണ്ട. കുട്ടി വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുപോവാൻ കൂടെ. ആരും സംശയിക്കില്ല. എനിക്കാരും കാണണ്ടെന്ന് കണ്ടും മിണ്ടി ഒടുവിൽ കൊല്ലാനായി കളിയൊക്കെ. അത് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് ആരും വരണ്ട. കുട്ടി ഒന്ന് പോകണ്ടേ ഇവിടുന്ന്? അവൻ ആ കൃഷ്ണനുണ്ണിയുടെ ആത്മരൂപമായിട്ട് വരും ഇനി അങ്ങോട്ട് ഏത് സമയത്തും. കോലോത്തെ എല്ലാ കോണിലും രക്ഷ കുഴിച്ചിടുക. വല്യത്താൻ അറിയാലോ അവനെ കൊച്ചിലെ തൊട്ട്. അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാ വല്യത്ത അവനെ ഈ ഭ്രഷ്ട്? വല്യത്താനല്ലേ അവനെ ആദ്യം ചോറ് കൂട്ടിയത്? ഇവിടുന്ന് പറഞ്ഞു കൊടുത്ത അക്ഷരങ്ങളല്ലേ അവന്റെ ബുദ്ധിയിൽ ആദ്യം കയറിയത്? പിന്നെ എങ്ങനെ അവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണേ? എടോ, ഞാൻ അവനെ അറിയുമായിരുന്നു ഇത്രയും വർഷം. പക്ഷെ ദിവസങ്ങൾ കൊണ്ടവൻ മറ്റാരോ ആകുമെന്ന് കരുതിയില്ല. അത് അവന്റെ കുറ്റമല്ല, ജന്മരാശിയുടെ ഫലം. എനിക്കുകൊണ്ട് അനുകമ്പ മനസ്സില്. പക്ഷെ സത്യത്തിന്റെ മുമ്പിൽ അനുകമ്പ മാറി നിൽക്കണം, അല്ലെങ്കിൽ അത് അനീതിയാകും. രക്ഷ കുഴിച്ചിടുക 4 ചുറ്റും. എന്നിട്ട് പടിവാതിലുകളെയും പുറത്തും ചൊല്ലാളുകളെ നിർത്തുക. അവൻ വന്നാൽ അടിച്ചു വീഴ്ത്താൻ. ഞാൻ പറഞ്ഞു കുട്ടിക്ക് കാണണ്ട അത്രേ. കൊറേ നിർബന്ധിച്ചു. അപ്പൊ പറയാ കുഞ്ഞവളെ കൊല്ലൂന്ന്. ഇപ്പൊ അങ്ങോട്ട് പോവാണ്ടിരിക്കാ നല്ലത്.
കുഞ്ഞ് വരുമെന്ന് കരുതി വല്യത്താൻ അവിടെ ആകെ രക്ഷ കുടിച്ചിട്ടിരിക്കുക. അങ്ങോട്ട് ചെന്നാൽ തല്ലി കൊടുക്കാൻ ചൊല്ലാൾക്കാരെ നിർത്തിയിരിക്കണു. പോകണ്ട, അങ്ങോട്ട് പോകണ്ട. കുഞ്ഞെ, മനു, ഓ നാരായണകുട്ടി, ഗായത്രി, 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 കഥ ഓർക്കാൻ, ഗായത്രി, 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 ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞോ? പറയാ, ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞോ? എനിക്ക് കാണണ്ട. ഗായത്രി, എന്താ ഇവിടെ? എടോ നാരായണ, തന്റെ മകൻ തന്നെയാണ് ഇവൻ തോന്നുന്നുണ്ടാ? എടാ, ഇറങ്ങടാ പുറത്ത്. നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ട അതിന് ഞാൻ കൊന്നുകളയും. മനുഷ്യരെ നാണം കെടുത്താൻ അറിയിരിക്കുന്നു. എന്താണാ തുറച്ചു നോക്കുന്നത്? ഇറങ്ങിയാ പുറത്ത് പോടാ. ഞാൻ പറയണതൊന്ന് കേക്ക്. ഞാനാ പറയുന്നത്. അച്ഛൻ, ഞാനും തെറ്റും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അച്ഛന് പേര് കേൾപ്പിക്കാൻ നടക്കുന്നോടാ. ഞാൻ പറയണതൊന്ന് കേക്ക്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഗായത്രി, പറയണതൊന്ന് കേക്ക്. അച്ഛൻ, അച്ഛാ, ഞാൻ മറ്റാരോ ആണെന്നാ ഇവിടെ എല്ലാരും പറയണ. എന്നെ മനു കൊല്ലുന്നൊക്കെ. നിനക്കൊന്നും സംഭവിക്കില്ല. നീങ്ങി വന്നേ, എന്റെ കൂടെ വരാൻ. കുട്ടികളെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലരുത്. സൂപ്പർഫിഷ ഒരു പരിധി വരെയൊക്കെ ആവാം, പക്ഷെ എന്റെ കുട്ടി അതെങ്ങനെ അടിച്ചേൽപ്പിക്കാന്ന് വെച്ചാൽ ഞാനിവിടെ കൊണ്ടുപോവാ. അരുത് ശങ്കര, പൂജ മുടക്കരുത്. പ്രശ്നം വെച്ച് പലവട്ടം നോക്കിയതാ. മകൻ നക്ഷത്രം വേണം 10-ാം നാളില് കന്യകവിളക്കെടുക്കാൻ. വേറെ ആരെങ്കിലും നോക്ക് നിങ്ങള്. ദിസ് ഇസ് ടു മച്ച്. നീ ഇവിടെ ഉണ്ടായിട്ട് നിനക്കെങ്കിലും പറഞ്ഞൂടെ? ശങ്കര, നീ വിചാരിക്കും പോലെ നിസാരമല്ല കാര്യങ്ങള്. ത്രികാല പൂജയ്ക്ക് പ്രശ്നം വെച്ചപ്പോ കണ്ടിരിക്കണു, പുനർജനിച്ചതാണ് ഈ കുട്ടീന്ന്. വിളക്കെടുത്തപ്പോ വന്ന് ആപത്ത് വിളക്കെടുത്ത് തന്നെ തീരണം. അവിടെ നമ്മളെ കുട്ടിയെ രക്ഷിക്കുക, അല്ലാച്ച കുട്ടിക്ക്. അതൊക്കെ നിങ്ങളുടെ വിശ്വാസങ്ങളല്ലേ? സത്യം പറഞ്ഞ ആർക്കെങ്കിലും തെളിയിക്കാമോ? തെളിയിച്ചല്ലോ. കുട്ടി നൃത്തം ചവിട്ടി മോഹാലസ്യപ്പെട്ടു വീണു. പരമ്പരയായി കോലോത്തു സൂക്ഷിക്കുന്ന വിധിക്കെട്ട എല്ലാം ഉണ്ടിതില്. നോക്ക്. കോലോത്തുള്ളവരെ പോലെ ജീർണിച്ച വിശ്വാസങ്ങളില്ല എനിക്ക്. ചലിക്കുന്ന ഓരോ നിമിഷങ്ങളിലും വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് പറയാ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നെങ്കിൽ അതാകാം. ഐ ഹാവ് നോ പ്രോബ്ലം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഓതൻസിറ്റി ഒന്നറിയാം. മനു എന്ത് പറയുന്നു? പഴയ ഏതോ ജീവിതങ്ങൾ പുനർജനിച്ചുവെന്ന് ചുറ്റുമുള്ളവർ പറയും മുമ്പേ ഗായത്രി എന്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് ഗായത്രി ഇഷ്ടമാണ്. നിനക്കോ?